നമ്മുടെ ഏജന്റ് ഏത് വഴിക്കാണ് മാഹിയിൽ വരുന്നത്? പേഴ്സ്യൻ ഗൾഫ് വഴി കപ്പലിൽ പോരാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അയാൾ മാഹിയിലെത്തി സ്വിസ് ബാങ്കിലെ നമ്മുടെ പണം ഡ്രോ ചെയ്യിച്ചു വരുമ്പോൾ വളരെ സമയം എടുക്കില്ലേ? 1 മാസമെങ്കിലും ആകും. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് സാർ ഒതുങ്ങി താമസിക്കുന്നല്ലേ നല്ലത്. എടോ, സിറ്റിയിൽ നിന്നും വളരെ അകലെയല്ലാത്തതുകൊണ്ട് ഇവിടെ കഴിയുന്നതാണ്. എന്താ ചേട്ടാ? എടി, കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയുണ്ട്? ചേട്ടാ, നമ്മുടെ പത്രാധിപർ തമ്പുരാന് വാളയാറിൽ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്. കാട്ടിന്റെ നടുക്ക. ദാറ്റ്സ് എ ഗുഡ് പ്രപ്പോസൽ. തമ്പുരാൻ, ഞാൻ MS. ഞാൻ നിങ്ങളുടെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? തൽക്കാലം ഒന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് മാറണം. നിങ്ങളുടെ വാളയാറിലെ എസ്റ്റേറ്റ് ആയാലും എങ്ങനെ? സേഫ്. ഉടനെ ഏർപ്പാട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. താങ്ക് യു വെരി മച്ച്. സൂക്ഷിക്കണം. നിങ്ങളുടെ കാര്യം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മുടെ പത്രത്തിലുണ്ടോ? ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം പൊതുജനം അറിയരുതല്ലോ. പാതിരാത്രി കഴിഞ്ഞ് ഞാനും വരാം. ഓക്കെ ഓക്കെ. ചേട്ടാ, ഞാൻ പോകുന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അളിയൻ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന്റെ പേര് കേട്ടാൽ ഇപ്പോഴും കലിതുള്ളൂ. സാരമില്ല, എന്റെ പണമൊക്കെ ഒന്ന് കൈ വന്നോട്ടെ. ഞാൻ അളിയനെ പാട്ടിലാക്കിക്കോളാം. ഞാൻ രാവിലെ വരാം. ശരി. രജനി, ഇവിടെ വരൂ. ഇത് കണ്ടോ? എന്തുവാ? ആ എംബോക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ചേട്ടൻ മധുസൂദനൻ ദുബായിൽ നിന്ന് ലക്ഷങ്ങളും തട്ടിക്കൊണ്ട് മുങ്ങിക്കളഞ്ഞെന്ന്. എന്റെ ചേട്ടനാവില്ല. പിന്നെ അവന്റെ അച്ഛന്റെ ഫോട്ടോ ആണ്. ഓ, അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനാണല്ലോ. പത്രത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണോന്നുണ്ടോ? പത്രക്കാരൊക്കെ നുണയാണോ? മുഴുവൻ നുണയാണോന്നില്ല. നിന്റെ സഹോദരനായതുകൊണ്ട് ഇത് 100% ശരിയായിരിക്കും. ആർക്കും തെറ്റുപറ്റിയെന്നിരിക്കും. ചിലർ ചെയ്യുന്ന തെറ്റ് പരസ്യമാകും, ചിലരുടേത് രഹസ്യമായിരിക്കും. അവൻ ചെയ്ത തെറ്റ് രഹസ്യമല്ലാത്തതുകൊണ്ടാണ് പത്രത്തിൽ വന്നത്. അറബി രാജ്യത്ത് തട്ടിപ്പ് നടത്തുന്നതിന് ശിക്ഷ എന്താണെന്ന് അറിയാമോ? കൈവെട്ടും. പരസ്യമായിട്ട് ആൾക്കാരുടെ മുമ്പ് വെച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കും, വെടിവെച്ച് കൊല്ലും. അതുകൊണ്ടാണ് അവൻ മുങ്ങിക്കളഞ്ഞത്. അതിനിപ്പോ ഞാനെന്ത് വേണം? അവനിവിടെ ഉണ്ടെങ്കിൽ അടിച്ചില്ലാത്ത കേട്ടതെന്ന്. എന്റെ ചേട്ടനോട് വരികയുമില്ല, വന്നാൽ ഞാനിട്ട് കയറ്റുകയുമില്ല. പോരെ. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഏതെങ്കിലും CBI ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാൽ കയ്യോടെ വിടുന്നു. ശരിയാണ്. വാളയാറിൽ എവിടെ താമസിക്കും? എസ്റ്റേറ്റിൽ ബംഗ്ലാവ് കാണുമായിരിക്കും. അവിടെ പുതുതായി ഒരാൾ താമസിക്കാൻ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? അതൊക്കെ തമ്പുരാൻ നോക്കുള്ളൂ. ഏതായാലും പത്രത്തിൽ ഫോട്ടോ വന്ന് സ്ഥിതിക്ക് പകൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആരാണ്? നിങ്ങൾ ആരാണ്? ഈ മുറിയിൽ എങ്ങനെ കിടന്നു? ന്യായമായ ചോദ്യം. ഞാൻ ആരാണെന്ന് തൽക്കാലം അറിയട്ടെ. ഏത് പൂട്ടിയ മുറിക്കുള്ളിലും കടക്കാൻ കഴിവുള്ള ആളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മതി. നിങ്ങൾക്ക് എന്ത് വേണം? ഇതെന്താണെന്ന് അറിയാമോ? തോക്ക്. പത്രാധിപരെ പോയി വിരട്ടിയിട്ട് വരികയാണല്ലേ? നിന്റെ ഭർത്താവിന് പറ്റിയ കുഴപ്പങ്ങളെ പറ്റി ഏതെങ്കിലും പത്രക്കാരെ അറിയിച്ചാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരാളിവിടെ വന്ന വിവരം പുറത്തൊരു ജീവിയോട് പോലും മിണ്ടിപ്പോരുത്. ഭർത്താവിനോട് പോലും. പൂട്ടിയിട്ട് ഈ മുറിക്കുള്ളിൽ കിടന്ന് എനിക്ക് ജയിലിനുള്ളിൽ കിടന്നും ഒരാളെ കൊല്ലാൻ കഴിയുമെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ.
ഹലോ. ഉണ്ടല്ലോ, കൊടുക്കാം. സാർ, കോൾ ഫോർ യു. യെസ്, തമ്പുരാൻ ഹിയർ. രാജേന്ദ്രനെ ശിക്ഷിച്ചോ? 6 മാസത്തേക്കോ? വെരി ഗുഡ്. ഇനി കുറെ കാലത്തേക്ക് അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഓക്കെ. കൊലപാതകമോ പിടിച്ചുപറിയോ മോഷണോ? ഇതൊന്നുമല്ല. ബലാത്സംഗമായിരിക്കും. അതുമല്ല. പിന്നെ നിന്റെ അമ്മയുടെ നായർ ചോറണമെന്നാണോടാ? ഊക്കം വെട്ടാശാനെ, സമ്മതിച്ചിരിക്കുന്നു. ആശാൻ ആരായാലും ശരി, ഇന്ന് പോലെ നമ്മുടെ ദോസ്ത്. കൈകൊട്. അയ്യോ, ആ കൈ വേണ്ട. ആശ ഒരു ബീഡി വലിക്കുന്നോ? വേണ്ട. എന്നായി ഞാൻ വലിക്കാം. അപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആശാനെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ. സാരമില്ല ആശാനെ, 6 മാസം കഴിയുമ്പോ നമുക്കവരെ കാണാമല്ലോ. അന്ന് നമുക്കൊരു കൈ നോക്കാം. ആട്ടെ, ബാബു ഇങ്ങനെ ഇവിടെ വന്നു? ഞാൻ ആസാമിലായിരുന്നു ആശാനെ, ഭാര്യ നാട്ടിലും. വേല ചെയ്ത് കിട്ടിയ കാശ് മുഴുവൻ ഞാൻ അവക്ക് അയച്ചു കൊടുത്തു. ഓണത്തിന് നാട്ടിൽ വന്നപ്പോ അവക്കൊരു അസുഖം. എന്തസുഖം? ഒരു ചെറിയ ഗർഭം. എന്റെ വകയല്ല, അയൽവക്കത്തെ നാരായണന്റെ വക. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്തോ ചെയ്യാനാ, ഒറ്റ കുത്ത് ഞാൻ അവളെയും കൊന്നു. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആട്ടെ, ആശാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒരു വിഷമവും വേണ്ട ആശാനെ. ഇങ്ങോട്ട് നോക്കി. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിച്ചുകൂടാ. എന്റെ ഭാര്യ അത്രക്കാരിയല്ലടാ. ആ, ആശാന്റെ വിശ്വാസം ആശാനെ രക്ഷിക്കട്ടെ. Exercise begin. 1, 2, 3, 4, 5. ആശാനെ, 5 മാസം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. ഇന്ന് എന്റെ അവധി തീർന്നു. ആശാനെ പിരിഞ്ഞു പോകാൻ എനിക്ക് വിഷമമുണ്ട്. നീ കൂട്ടിനുണ്ടായിരുന്നത് എനിക്കും ഒരു ആശ്വാസമായിരുന്നടാ. 1 മാസം കഴിയുമ്പോൾ ആശാനും പുറത്തു വരാമല്ലോ. നമുക്കിനി കാണാം ആശാനെ. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വരട്ടെ. നമസ്തേ. നമസ്തേ. ഒരാഴ്ചയല്ലോ ബീന ഇങ്ങോട്ട് വന്നിട്ട്. സമയം കിട്ടിയില്ല ടീച്ചർ. ടീച്ചർ, ഞാൻ ഈ ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുത്തോട്ടെ? എന്തിനാ അനുവാദം ചോദിക്കുന്നേ? കൊടുത്തോളൂ. എന്റെ മോളെ, നാളെ നിന്റെ ജന്മനാളാണ്. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വീട്ടിൽ എന്റെ മകളായിട്ട് വളരാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി. ഈ അമ്മയ്ക്ക് മാപ്പ് തരും മോളെ. ഇനി മിനി തന്നെ കൂട്ടുകാർ കൊടുത്തോളൂ. ബീനയ്ക്ക് മിനിയെ വലിയ ഇഷ്ടമാണല്ലേ? എനിക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ് ടീച്ചർ. എല്ലാവരും മാതാപിതാക്കളുടെ ലാളനയേറ്റ് വളരേണ്ട കുഞ്ഞുങ്ങളാണ്. പക്ഷേ പെറ്റ അമ്മമാരെ പോലും തിരിച്ചറിയാതെ അനാഥരായി അവരിവിടെ കഴിയുന്നു. ടീച്ചർ,
ഇതാ 1000 രൂപയുണ്ട്. ഇത് മേറ്റനെ ഏൽപ്പിക്കണം. ഇതെന്തിനാ പിന്നെ? നാളെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു സദ്യ കൊടുക്കണം. സൗകര്യപ്പെട്ടാൽ എല്ലാവരും കൂടി കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകണം. നാളെ എന്താ വിശേഷം? നാളെ ഒന്നുമില്ല. നാളെ അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതി. വീണേ, നിങ്ങളെപ്പോലുള്ളവരുടെ നല്ല മനസ്സാണ് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് തണൽ. ഞാൻ മേട്ടനോട് പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും